ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഒരു 3-4 പേർക്ക് കഴിക്കാൻ പറ്റും. 3 പേർക്ക് കഴിച്ചാൽ അധികം കാണും. അങ്ങനെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 2.5 ഗ്ലാസ് ബസ്മതി റൈസ് എടുക്കുക. ഞാനതിന് 1/2 കിലോ ചിക്കൻ മതി, പക്ഷേ 800 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ശരിക്കും അളവ് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കിലോ റൈസിന് 1 കിലോ ചിക്കൻ എന്നാണ് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ വീടുകളിൽ പറ്റത്തില്ലല്ലോ, ചിക്കൻ ഇച്ചിരി കൂടുതൽ വേണമല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാൻ ചെയ്യാനെടുത്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മസാലകളും കൃത്യമായിട്ടെടുത്ത് അതുപോലെ ചെയ്യണം. ചിക്കൻ മസാല പുരട്ടി വയ്ക്കുക 30 മിനിറ്റത്തേക്ക്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പോൾ ഒണിയൻ ആദ്യം ജാറിലിട്ട് ബാക്കി വേണം പിന്നെ ഇടാൻ. ഒരു ഹാഫ് ഒണിയനെ ജാറിലിട്ട് അരയ്ക്കാൻ എടുക്കാവൂ. ബാക്കി 2.5 ഒണിയനും നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. എല്ലാം ചേർത്ത് പേസ്റ്റാക്കി വെച്ചിട്ട് കടായി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഓയിലും ഗീയും ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ, ഗീയും വെജിറ്റബിൾ ഓയിലും ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, അപ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ കഴുകി വെച്ചേക്കണം, അതും എടുത്ത് വെക്കണം. ഒണിയനൊക്കെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കണം നേരത്തെ. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കിസ്മിസും കൂടെ നമ്മൾ അതിനകത്തോട്ടിട്ട് അത് നമ്മൾക്ക് എന്ത് ചെയ്യണം, അത് കിസ്മിസ് ഇടുമ്പം അത് പൊള്ളി വരുമ്പോഴേ സിമ്മിലിട്ടിട്ട് വാരിയെടുക്കും. കോരിയെടുത്ത് നമ്മളൊരു പ്ലേറ്റിൽ നിരത്തി ഇടണം. നിരത്തി ഇട്ടിട്ട് അടുത്തത് നമ്മളെന്ത് ചെയ്യുന്നത്, ഓണിയൻ ഇടണം. എല്ലാം നല്ലതായിട്ട് കോരിയെടുത്തിട്ട് നമുക്ക് ഓണിയൻ ഇടാം. ഓണിയൻ ഇട്ട് അതിനകത്തൊന്ന് ഇളക്കിയതിന് ശേഷം സ്വല്പം ഉപ്പൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് ഒന്നിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് ഒന്ന് വഴന്ന് വരുന്ന പരുവാകുമ്പോൾ ഒരു ചെറിയ പാത്രത്തിലേക്കുണ്ടല്ലോ ഒരു 2-3 സ്പൂൺ ഒണിയൻ മാറ്റണം. ഇത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമാണ്. അതിനായി അത് മാറ്റി വയ്ക്കുന്ന ആ പാത്രത്തിൽ തന്നെ ഒരു തണ്ട് കരിയാപ്പിലയും തയ്യാറാക്കി വെക്കണേ, ഗ്രേവിക്ക് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ബാക്കി ഒണിയനെ വറുത്ത് നമ്മൾ കോരി വെച്ചിരിക്കുന്നില്ലേ കിസ്മിസും കാജു, അതിൻ്റെ മേളിലേക്ക് നമുക്ക് നിരത്തിയിടാം. നിരത്തിയിട്ടിട്ട് മൊത്തം കോരി നിരത്തിയിട്ടിട്ട് നമുക്ക് ഇച്ചിരി പഞ്ചസാര, ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇതിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്തിടണം. എന്തിനാണെന്ന് വെച്ചാൽ ആ പഞ്ചസാര ഈ ചൂട് ഒണിയൻ്റെ മേളിൽ വീഴുമ്പോൾ ആ പഞ്ചസാരയൊന്ന് മെൽറ്റ് ആവുമല്ലോ. മെൽറ്റ് ആകുമ്പോൾ നമ്മുടെ ഈ ഒണിയൻ ഉണ്ടല്ലോ നല്ല ക്രിസ്പായിരിക്കും. നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞല്ലേ ഇത് എടുക്കുന്നത്, അപ്പോഴത്തേക്ക് ഇത് ക്രിസ്പായിട്ടിരിക്കും, ചെളിചെളാന്ന് പോകത്തില്ല നമുക്ക് എടുത്ത് ഇടുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. പിന്നെ നല്ല ടേസ്റ്റും കിട്ടും, പഞ്ചസാരയുടെ ഒരു മധുരവും വരുമല്ലോ അതിനകത്ത്. അങ്ങനെ ഇട്ട് വെച്ചു കണ്ടോ. എന്നിട്ട് നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ ചിക്കൻ വറുത്ത് കോരാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ചെറിയ രീതിയിൽ നമുക്കൊരു വറുത്ത് കോരുക. വേറൊരു പാത്രത്തിലേക്ക് കോരിയിടണമേ. എന്നിട്ട് അത് കോരിയതിന് ശേഷം എന്ത് ചെയ്യണം, അതിൻ്റെ അടിയിൽ കോരിയെല്ലാം മാറ്റിയതിന് ശേഷം അതിൻ്റെ അടിയിൽ മസാലപ്പൊടികളൊക്കെ കാണും, അതും നമുക്ക് വറുത്ത് കോരണം, മാറ്റണം. വറുത്തല്ല, അങ്ങനെ മാറ്റണം. സിമ്മിലിട്ടുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. നമ്മൾ എടുക്കുമ്പം ഇത് പാത്രത്തിൽ നിന്നെല്ലാം എടുക്കുമ്പം സിമ്മിലിട്ട് ചെയ്യണം. തീ ഒരുപാട് പുള്ളിയിലിട്ടെല്ലാം ചെയ്യൽ, ചെറുതായിട്ട് മാത്രം. കണ്ടോ ഞാനിനി ഇതിട്ടു മാറ്റി വെച്ചിട്ട് ഒണിയനും വഴുന്നതും പിന്നെ ഇച്ചിരി കരിയാപ്പിലായിരുന്നു. പിന്നെ മിക്സിയുടെ ജാറിലുള്ള അതും തട്ടിയിട്ടു. മിക്സിയുടെ ജാറിൽ സ്വല്പം ബാക്കി വെക്കണം, അത് നമുക്ക് റൈസിനിടാൻ വേണം. അതിന് വേണ്ടിയിട്ട് ഈ പേസ്റ്റ് ഇച്ചിരി ബാലൻസ് വെച്ചിരിക്കണം. ഇതെന്തോ പേസ്റ്റാണെന്ന് അറിയാമല്ലോ, എന്തൊക്കെയാണെന്ന്. ഗ്രീൻ ചില്ലിയും മല്ലിയിലയും പിന്നെ ഒണിയൻ, ഗാർലിക്, ജിഞ്ചർ ഇതൊക്കെ ചേർത്താൽ അരച്ച് വെച്ചതാണ്. ഇതൊന്ന് കളർ മാറി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ അതിലേക്ക് ഗരം മസാല ഒരു 1/4 സ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കാശ്മീർ മുളക് പൊടി 1/4 സ്പൂൺ. ഈ കാശ്മീരി മഞ്ഞൾപ്പൊടിയൊക്കെ പിന്നെ ഒത്തിരി ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊരു കളറൊക്കെ കിട്ടാൻ അതേ ഉള്ളൂ നമ്മൾ ഇടുന്നത്, വേറെ ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ലല്ലോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. ഇതൊന്ന് ഇളക്കി വെച്ച് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുക. ഇളക്കി ഇനി ഞാൻ ഇച്ചിരി ഉപ്പ് ചേർക്കുക. ഇതിൻ്റെ കണ്ടോ, ലേശം ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുറച്ചൊക്കെ പിങ്ക് സോൾട്ടാണ്, അതുകൊണ്ട് ആ കളർ വ്യത്യാസമായിട്ട് കാണുന്നത്. പിന്നെ ഇളക്കി വെച്ച് അതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ചിക്കനെല്ലാം ഇടാം.
ചിക്കൻ എല്ലാം ഒന്നിട്ട് നല്ലതായിട്ട് ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം ഒരു 1/4 സ്പൂൺ അല്ലെ ഇച്ചിരി കൂടിപ്പോയാലും സാരമൊന്നുമില്ല, ഞാനൊരളവ് പറഞ്ഞതേ ഉള്ളൂ, 1/4 സ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിക്കണം. അതിനുശേഷം നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരിക്കണം. അത് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളം പറ്റുന്നത് വരെ അത് വേവിക്കണം. ഒന്ന് പെരണ്ടിരിക്കുന്ന പരുവം ചിക്കനേൽ ആ പരുവാകുമ്പോൾ അത് വാങ്ങി മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത് ഒരു 1 കിലോ റൈസ് വേവിക്കുന്ന തരത്തിലുള്ള ഒരു ഡെച്ചി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ഗീ ഒഴിക്കണം. ഒരു 2 സ്പൂൺ ഗീയോളം ഒഴിച്ച് വെച്ച് ഇതിനി നമുക്ക് റൈസ് ഫ്രൈ ചെയ്യാൻ അതിന് മുമ്പേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത് പട്ടയും ഗ്രാമ്പൂവും എല്ലാം ഇട്ടിട്ട് റൈസ് കഴുകി വാരി വെച്ചേക്കുന്നതും അതിലിട്ട് നല്ല പോലെ ഇളക്കി ഒരു മൊരിഞ്ഞ് വരും, വെള്ള നിറത്തിലായി വരും. ആ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ലീവ്സ് എല്ലാം ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഇട്ടത് ബസ്മതി ലീവ്സാണ്. അത് നല്ല മണം ചോറിന് തരും നമുക്ക് ബിരിയാണിയുടെ. പിന്നെ പേസ്റ്റാക്കി വെച്ചേക്കുന്നതിൻ്റെ ബാലൻസ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ച് അതും ഒഴിച്ച് അതൊക്കെ ജിഞ്ചറും ഗാർലിക്കും എല്ലാം ഉള്ളതല്ലേ, നല്ല മണം കിട്ടും. പിന്നെ 2.5 ഗ്ലാസ് റൈസിന് ഞാൻ 5 ഗ്ലാസ് വെള്ളം ബോയിൽ ചെയ്ത് വെച്ചിരുന്നു. ആ വെള്ളമായി ഒഴിക്കുന്നത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കി പിന്നെ ബാക്കിയും കൂടെ എടുത്ത് ഒഴിച്ച് കംപ്ലീറ്റ് ഒഴിക്കുക. ഇനി ഇത് മൊത്തം ഒഴിക്കുക. ഞാൻ ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് ഇളക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. എല്ലായിടും ഇച്ചിരി ഇച്ചിരി ഉപ്പിടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഒറ്റയടിക്കൊന്നും ഉപ്പിടരുത്. ഇതിനകത്ത് ഇച്ചിരിയും ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം അത് ഒരിച്ചിരി ഉപ്പ് മുന്നിട്ട് നിൽക്കണം, ഒരുപാടല്ല, ചെറുതായിട്ട്. അങ്ങനെ പരുവെങ്കിൽ അത് പരുവമാണ്. പിന്നെ അതിനകത്തേക്ക് ലെമൺ ഊറ്റി ഒഴിക്കുക. ലെമൺ ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യണം, 1/4 സ്പൂണേ ഒഴിക്കാവൂ എന്നൊന്നുമില്ല, 1/2 സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ലെമൺ ഇച്ചിരി കൂടിപ്പോയൊന്നും കുഴപ്പമില്ല, ഞാൻ 1/2 മുറി ലെമണേ പറഞ്ഞിട്ടുള്ളൂ. ഒഴിച്ചതിന് ശേഷം ഒരു തിള വരുമ്പം നമ്മളത് അടച്ച് വയ്ക്കുക. നല്ല രീതി ഇടയ്ക്ക് ഒരു 5 മിനിറ്റിലൊക്കെ തുറന്ന് നോക്കണം. നല്ല തിളച്ചു എന്ന് കാണുമ്പം എന്ത് ചെയ്യണം, സിമ്മിലാക്കിയിടണം. തിളയ്ക്കാൻ ആദ്യം നമ്മൾ വെക്കുമ്പം ഫുള്ളിലിട്ട് വേണം അടച്ച് വയ്ക്കാൻ. സിമ്മിലിട്ട് പിന്നെ വേവിച്ച് അതൊരു നനവോട് വേണം നമ്മൾ മാറ്റാൻ. അപ്പം അകത്ത് കണ്ടോ, ഇപ്പം കണ്ടോ വെള്ളം നനവുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റൈസ് വെന്ത് കഴിഞ്ഞു നമുക്ക് ഏകദേശം. അത് വെന്തെന്ന് പറയുന്നത് അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഇടുമ്പോൾ റൈസ് കിടക്കുന്ന പോലെയല്ല, റൈസിനൊക്കെ ഒരു ചെറിയ വളവ് വരും. അങ്ങനെ വളവ് കണ്ട അന്നേരം തന്നെ നമ്മൾ മനസ്സിലാക്കണം വെന്തെന്ന്. ഉടൻ തന്നെ വാങ്ങി വെച്ചിട്ട് മറ്റൊരു സ്വല്പം കൂടെ വലിയൊരു പാത്രം ആ സ്റ്റൗവിലേക്ക് വെക്കുക. ഓൺ ചെയ്തിരിക്കുവാണല്ലോ സ്റ്റൗ, ആ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ 1 സ്പൂൺ ഗീ ഒഴിച്ചൊന്ന് ചുറ്റിച്ച് പാത്രത്തിൻ്റെ അടിവശം മൊത്തം ഒന്ന് പുരളത്തൊക്കെ വേണം. അങ്ങനെ ചുറ്റിച്ച് ഗീ അങ്ങനെ പുരണ്ടെന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്യാനുള്ള ചിക്കൻ എടുത്തിടുക. എന്തിനാണ് അങ്ങനെ ഓഫ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും, നമുക്ക് ദം ചെയ്യേണ്ടുന്നതായി. ഇനി അതിനങ്ങനെ ചുറ്റിച്ച് വെച്ചതിന് ശേഷം ചിക്കൻ അതിനകത്തേക്ക് ഇടുക. ചിക്കൻ ഇട്ട് നിരത്തി ഇടുക. എന്നിട്ട് നമ്മൾ ആ സമയം എന്ത് ചെയ്യും, മറ്റേ സ്റ്റൗവിൽ ഒരു പഴയ തവയോ വെല്ലം വെച്ച് നല്ല ചൂടാക്കി പഴുപ്പിച്ച് വയ്ക്കണം. എന്നിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യണം, അടുത്ത റൈസ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് കുറേശ്ശെയായിട്ട് വാരിയിടണം. കണ്ടോ, അതിനകത്ത് നമ്മൾ ബസ്മതി ലീവ്സ് ഇല്ലയോ അങ്ങനെ കിടക്കുന്നത്, അത് എടുത്ത് മാറ്റണം. എടുത്ത് മാറ്റിയില്ല നമ്മൾ കഴിക്കുന്ന സമയം ഈ ചപ്പൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. നല്ല ടേസ്റ്റി കഴിക്കുമ്പോഴേ അതിൻ്റെ മുകളിലായിട്ട് ഈ ചോറ് ചിക്കൻ കാണാത്തതുപോലെ നിരത്തിയിടണം. നിരത്തിയിട്ടതിന് ശേഷം ഒരു ലെവൽ ഓഫ് അത് കാണാത്തത് പോലെ ഇട്ടിട്ട്, ചിക്കൻ അടിയിലെ കാണാത്ത പോലെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബിരിയാണി മസാലയും 1 നുള്ള് ജീരകപ്പൊടിയും, രണ്ടും ഓരോ നുള്ളു മതി. രണ്ടും കൂടെ ഒരു 1/4 സ്പൂണ്. അതിന് മേലെയൊന്നും വേണ്ട, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മേലിൽ കണ്ടോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി ചോറ് ഇതിൻ്റെ മേലിലേക്ക് ഇടുക. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ഇച്ചിരി മല്ലിയില ഞുറുക്കിയതോ റോസ് വാട്ടറോ ഒക്കെ ഇടാം. ഞാനിതൊന്നും ചെയ്യുന്നില്ല. ഞാൻ അടുത്ത ചോറ് തന്നെ എൻ്റെ ബാലൻസ് ഉള്ളത് അതിൻ്റെ മേളിൽ നിരത്തി എല്ലാം ലെവലാക്കുക. ലെവലാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂവും കിസ്മിസും ഓണിയനും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഒരുമിച്ചിരിക്കുന്നത് അതെടുത്ത് ഇതിൻ്റെ മേളിൽ നിരത്തിയിടണം. അങ്ങനെ നല്ലതായിട്ട് നിരത്തിയിട്ടിട്ട് അതിൻ്റെ മേളിൽ 1 സ്പൂൺ നെയ്യ്, കൂടുതൽ വേണ്ടവർക്ക് 2-3 സ്പൂൺ ഒഴിക്കാം. ഞാൻ 1 സ്പൂൺ നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ, ഒത്തിരി ഓയിലായിട്ടുണ്ട് അതുകൊണ്ട്. അങ്ങനെ 1 സ്പൂൺ നെയ്യും ഒഴിച്ച് വെച്ച് അടിയിൽ തീ കൊടുക്കുക, അടച്ചു വയ്ക്കുക. സിമ്മിൽ വേണം
ഇട്ടേക്കാനേ, സിമ്മിൽ തീ കൊടുക്കണം. എന്നിട്ട് ആ സെയിം സമയത്ത് തവ മുകളിൽ വെക്കേണ്ടത്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഓർത്തെ തവ ചൂടാക്കിയില്ലെന്ന്. തവ ചൂടാക്കി ഞാൻ പിന്നെ വെച്ച് ഒരു 15 മിനിറ്റ് മതി താഴെയും മുകളിലുമായിട്ട് അങ്ങനെ ചൂട് പോകുമ്പം ദമ്മായിക്കോളും. 15 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് തവ തണുക്കുമ്പം നമുക്ക് മുകളിലത്തെ അടപ്പ് മാറ്റി അത് ഇളക്കണം. ഒരു സൈഡിൽ നിന്ന് അടിയിലല്ലേ ചിക്കൻ കിടക്കുന്നത്, അങ്ങനെ അവിടുന്ന് പൊക്കിയെടുത്ത് മേപ്പോട്ട് ആക്കിയെടുക്കുമ്പം എന്തോന്ന് ചോദിച്ചാൽ ആ കളറൊക്കെ എല്ലായിടവും പിടിക്കും. നമ്മൾ മഞ്ഞളിൻ്റെയും ഈ ഇതിൻ്റെയും മാത്രമേ ഉള്ളൂ, കാശ്മീർ ചില്ലിയുടെയും മാത്രമേ ഉള്ളൂ കളറേ. ആ കളർ നമുക്കൊരു ദോഷവുമില്ല, നല്ലത് തന്നെയല്ലേ. അങ്ങനെ നമ്മൾക്ക് വീട്ടിലിങ്ങനെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം.